മക്കളെ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു തോരനായിട്ടാണ് കേട്ടോ അമ്മ ഇന്ന് വന്നേക്കണത്. മഞ്ഞയും ചുവപ്പയും ക്യാപ്സിക്കവും ഒരു പകുതി കാബേജിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നാളികേരം ചെറിയതിൻ്റെ കൂടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില ഇതൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് ചതച്ചെടുക്കണം. 2 പിടി നാളികേരം എടുത്തിട്ടുള്ളൂ കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്നും മുരിഞ്ഞ് കിട്ടാൻ. ഇവിടെ കറണ്ട് പോയ കാരണമാണ് കേട്ടോ വെളിച്ചം കുറവ് തോന്നിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഉള്ളി മൂത്ത് വരുമ്പോൾ കാബേജും ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അത്രയും നേരം കറണ്ട് ഉണ്ടായിരുന്നു മക്കളെ. വീഡിയോ എടുക്കണ നേരത്ത് കറണ്ട് പോയി. നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. കാബേജും ക്യാപ്സിക്കവും നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഉള്ളി മുരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർക്കണില്ല. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച നാളികേരം ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായ പച്ചമുളക് എടുത്താൽ മതി കേട്ടോ. ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മക്കളെ. ചതച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്നും മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ മണം കാബേജിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടെ മക്കളെ.